രാജ്യത്തെ LPG പ്രതിസന്ധിയിൽ അനാവശ്യ പരിഭ്രാന്തി വേണ്ടെന്ന് കേന്ദ്ര സർക്കാർ. ബുക്കിംഗ് ഇടവേളകൾ കൃത്യമായി പാലിക്കണമെന്നും പൂഴ്ത്തിവയ്ക്കലുകൾക്കെതിരെ കർശന നടപടി സ്വീകരിച്ചെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി. 3 ദിവസത്തിനിടെ 6 LPG ടാങ്കറുകൾ എത്തിയിട്ടുണ്ടെന്നും ഇറക്കുമതിയിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുവെന്നുമായിരുന്നു കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ പ്രതികരണം. ഇന്ധന പ്രതിസന്ധി രൂക്ഷമായതോടെ പലയിടങ്ങളിലും ഹോട്ടലുകൾ അടച്ചുപൂട്ടിയിട്ടും സ്കൂൾ, കോടതി, ആശുപത്രി ക്യാന്റീനുകളുടെ പ്രവർത്തനം നിലച്ചിട്ടും LPG ക്ഷാമവില നിലപാട് ആവർത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അനാവശ്യമായി പരിഭ്രാന്തിപ്പെടേണ്ട സാഹചര്യമില്ല. ആഭ്യന്തര ഉൽപാദനം 31% ഉയർന്നുവെന്നും ബുക്കിംഗ് ഇടവേളകൾ കൃത്യമായി പാലിക്കണമെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. പരിഭ്രാന്തരായി ബുക്ക് ചെയ്യുന്നവരുടെ എണ്ണം കുതിച്ചുയരുന്ന സാഹചര്യമാണ്. വാണിജ്യ ഉപഭോക്താക്കൾക്ക് LPG നൽകുന്നതിന്റെ മുൻഗണന സംസ്ഥാനങ്ങൾ തീരുമാനിച്ച് ഉടൻ വിതരണം ആരംഭിക്കണമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. അതേസമയം പൂഴ്ത്തിവയ്പ്പുകൾക്കെതിരെ കർശന നടപടി തുടരുകയാണ്. ഛത്തീസ്ഗഡിൽ നിന്ന് 741 സിലിണ്ടറുകൾ പിടിച്ചെടുത്തു. ഉത്തർപ്രദേശിലും ബംഗളൂരുവിലും നിരവധി സിലിണ്ടറുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെയും പോലീസിന്റെയും സംയുക്ത പരിശോധനയിലാണ് നടപടി. 2 ഇന്ത്യൻ എണ്ണക്കപ്പലുകൾ ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. ഇന്ധന ഇറക്കുമതിയിൽ നിലവിൽ പ്രതിസന്ധികളുണ്ടെന്ന് സമ്മതിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അധിക ഉൽപാദനം നടത്തി പ്രതിസന്ധി മറികടക്കാനാണ് നിലവിലെ തീരുമാനം. റിപ്പോർട്ടർ, ദില്ലി.